Hi, welcome to Android tutorial. ഈ ട്യൂട്ടോറിയൽ നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ആൻഡ്രോയിഡ് എമുലേറ്റർ അല്ലെങ്കിൽ AVD മാനേജർ യൂസ് ചെയ്ത് എങ്ങനെ ഒരു ആൻഡ്രോയിഡ് എമുലേറ്റർ ഉണ്ടാക്കാമെന്നാണ് നമ്മൾ ഈ ട്യൂട്ടോറിയലിൽ കാണാൻ പോകുന്നത്. അതിനായി എക്ലിപ്സ് ഓപ്പൺ ചെയ്യുക. ഇത് ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ മുകളിലായി പുതിയ ഐക്കൺസ് കാണാം. ആൻഡ്രോയിഡ് SDK മാനേജർ, AVD മാനേജർ, ഇങ്ങനെ കുറെ ഓപ്ഷൻസ് നമുക്ക് കാണാം. അതിൽ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് പുതിയൊരു എമുലേറ്റർ ഉണ്ടാക്കുകയാണ്. ഫിസിക്കൽ ഡിവൈസ് കയ്യിലില്ലെങ്കിൽ നമുക്ക് ആപ്പ് റൺ ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനുമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ആൻഡ്രോയിഡ് എമുലേറ്റർ എന്ന് പറയുന്നത്. അത് നമ്മളുടെ ഫിസിക്കൽ ഡിവൈസ് പോലെ തന്നെ ആക്ട് ചെയ്യും. എങ്ങനെയാണ് പല ടൈപ്പിലുള്ള എമുലേറ്റേഴ്സ് ഉണ്ടാക്കാമെന്ന് നമുക്ക് ഇപ്പോൾ നോക്കാം. അതിനായി ആദ്യം വിൻഡോ ക്ലിക്ക് ചെയ്യുക. അതിൽ ആൻഡ്രോയിഡ് വിർച്വൽ ഡിവൈസ് മാനേജർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആൻഡ്രോയിഡ് വിർച്വൽ ഡിവൈസ് മാനേജർ അത് ഓപ്പൺ ചെയ്യുക. ഇവിടെ കാണാം, ഞാൻ ഓൾറെഡി ഒരു ഡിവൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. VRF ഡിവൈസ്, ടാർഗറ്റ് നെയിം, പ്ലാറ്റ്ഫോം, API ലെവൽ, ഇതെല്ലാം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ പുതിയതായി ഒരു ഡിവൈസ് ഉണ്ടാക്കുകയാണ്. ഇതിൽ പ്രീഡിഫൈൻഡ് ഡിവൈസുകളും കാണാൻ സാധിക്കും. ഇതിൽ ഡിവൈസ് ഡെഫിനിഷൻസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രീഡിഫൈൻഡ് ഡിവൈസുകൾ കാണാം. Nexus S, Nexus 1, ഇതൊക്കെ പ്രീഡിഫൈൻഡ് ആണ്. ഫോർ എക്സാമ്പിൾ Nexus S എന്ന് പറഞ്ഞാൽ Nexus S ഡിവൈസ് ശരിക്കുമുള്ള ഫിസിക്കൽ ഡിവൈസിന്റെ കോൺഫിഗറേഷൻ എന്താണോ അത് യൂസ് ചെയ്ത് ഉണ്ടാക്കിയേക്കുന്ന ഒരു എമുലേറ്റർ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ Nexus 1, Nexus 7, അങ്ങനെ ധാരാളം എമുലേറ്റേഴ്സിന്റെ പ്രീഡിഫൈൻഡ് കോൺഫിഗറേഷൻസ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഒന്നെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ എനിക്ക് Nexus 7ന്റെ എമുലേറ്റർ ആണ് വേണ്ടത്. വേണമെങ്കിൽ അതിൽ ചെയ്യുക ക്രിയേറ്റ് AVD. അപ്പോൾ അതിന്റെ പുതിയൊരു വിൻഡോ കാണാൻ സാധിക്കുന്നതാണ്. ക്രിയേറ്റ് ന്യൂ ആൻഡ്രോയിഡ് വിർച്വൽ ഡിവൈസ് AVD ഫോർ Nexus 7. അത് പേര് നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഡിവൈസ് ടാർഗറ്റ്, അങ്ങനെ പല ഓപ്ഷൻസ് കാണാൻ സാധിക്കുന്നതാണ്. അത് വെച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ പ്രസ് ചെയ്താൽ പുതിയൊരു ഡിവൈസ് ഉണ്ടാകുന്നതാണ് നമുക്ക് കാണാം. പുതിയ ഡിവൈസ് വന്നു, ആൻഡ്രോയിഡ് Nexus 7 ബൈ ഗൂഗിൾ. അത് പ്രീഡിഫൈൻഡ് ആണ്. നമുക്ക് പുതിയൊരു ഡിവൈസ്, ഇതൊന്നും പ്രീഡിഫൈൻഡ് അല്ലാതെ നമുക്ക് പുതിയൊരു ഡിവൈസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി ന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ന്യൂ എന്ന ബട്ടൺ. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയൊരു വിൻഡോ വരും. ക്രിയേറ്റ് എ ന്യൂ വിർച്വൽ ഡിവൈസ് എന്നൊരു വിൻഡോ. അതിൽ നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഞാൻ കൊടുക്കുന്നത് മൈ എമുലേറ്റർ എന്നാണ്. ഓക്കെ, ഞാൻ പേര് കൊടുത്തു. അടുത്ത ഓപ്ഷൻ ഡിവൈസ് എന്നാണ്. ഡിവൈസ് അത് നോക്കുമ്പോൾ നമ്മൾ SDK മാനേജർ യൂസ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് എല്ലാ വേർഷൻസിന്റെയും അവിടെ കാണാൻ സാധിക്കും. ആൻഡ്രോയിഡിന് പല ടൈപ്പ് ഡിവൈസസ് ഉണ്ട്. പല സ്ക്രീൻ റെസല്യൂഷൻ ഉള്ള ഡിവൈസുകളുണ്ട്. പല സ്ക്രീൻ സൈസ് ഉള്ള ഡിവൈസുകളുണ്ട്. അതിൽ ഏത് ടൈപ്പാണ് വേണ്ടതെന്ന് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ഇവിടെ 3.3 ഇഞ്ച് WQVGA ഡിവൈസ് ആണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, സെലക്ട് ചെയ്തു. അടുത്ത ഓപ്ഷൻ ടാർഗറ്റ് ആണ്. ടാർഗറ്റ് അതിൽ ആൻഡ്രോയിഡിന്റെ ഏത് വേർഷൻ ആണ് നമുക്ക് ആ ഡിവൈസിൽ റൺ ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ എൻ്റെ ഇപ്പൊ 3.3 ഇഞ്ച് ഉള്ള ആൻഡ്രോയിഡ് 4.1 ആണ് എങ്കിൽ എനിക്ക് 4.1 ക്ലിക്ക് ചെയ്യാം. വേണ്ട, എനിക്ക് എന്റെ ഡിവൈസിൽ ആൻഡ്രോയിഡ് 2.2 പ്രോയോ മതിയെങ്കിൽ എനിക്ക് അത് ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഞാൻ ലേറ്റസ്റ്റ് പോവാണ്, ആൻഡ്രോയിഡ് 4.1.2. ഇതിൽ ഗൂഗിൾ API എന്ന് കാണാം. അത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗൂഗിളിന്റെ സർവീസുകൾ നമ്മുടെ ആപ്ലിക്കേഷനിൽ ആവശ്യമുണ്ടെങ്കിൽ ഗൂഗിൾ API യൂസ് ചെയ്ത് നന്നായിരിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ഡിവൈസ് ID വെച്ച് എൻ്റെ ഡിവൈസ് രജിസ്റ്റർ ചെയ്യണം ഒരു ആപ്ലിക്കേഷൻ. അത് രജിസ്റ്റർ ചെയ്യുന്നത് ഗൂഗിളിന്റെ സെർവറിൽ പോയാണ് രജിസ്റ്റർ ചെയ്യുന്നത്. ഗൂഗിൾ API യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് എളുപ്പമായിരിക്കും.
സോ ഇവിടെ നമുക്ക് അതിന്റെ ആവശ്യമില്ല. സോ ഞാൻ 4.1.2 API ലെവൽ 16 സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ കാണാം അടുത്ത ഓപ്ഷനിൽ കാണാം CPU API. ഇതിൽ ARM എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാം. ഞാൻ കഴിഞ്ഞ ട്യൂട്ടോറിയലിൽ പറഞ്ഞു API 16 ഒക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ കൂടെ ഒരു പ്രോസസറിന്റെ സിസ്റ്റം ഇമേജും കൂടെ ഡൗൺലോഡ് ചെയ്യണം. 16 കൂടെ ARM ഡൗൺലോഡ് ചെയ്തതുകൊണ്ട് ഇവിടെ ഓൾറെഡി അവിടെ ARM കാണാൻ, അല്ലെങ്കിൽ നമുക്ക് അൺഎബിൾ ടു ക്രിയേറ്റ് ദിസ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് വരും. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. API ലെവൽ 15 ഞാൻ സെലക്ട് ചെയ്തപ്പോൾ CPU-ന്റെ അവിടെ വന്നത് നോ സിസ്റ്റം ഇമേജ് ഇൻസ്റ്റാൾഡ് ഫോർ സ്റ്റാർട്ട്. കാരണം ഞാൻ അതിന്റെ ARM ഡൗൺലോഡ് ചെയ്തിട്ടില്ല. സോ അങ്ങനെ ഒരു ഓപ്ഷൻ പറ്റുകയാണെങ്കിൽ ഏത് API ലെവലാണോ അതിന്റെ ARM കൂടെ ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ഹാർഡ്വെയർ കീബോർഡ് പ്രസന്റ്. അത് എന്തിനാണെന്ന് വെച്ചാൽ എമുലേറ്ററിന്റെ റൈറ്റ് സൈഡിൽ ബാക്ക് ബട്ടൺ, വോളിയം ബട്ടൺ, ഹോം ബട്ടൺ, പിന്നെ ഒരു കീബോർഡ് എല്ലാം അവിടെ വേണമോ വേണ്ടയോ എന്നുള്ളതാണ്. ഫുൾ ടച്ച് മാത്രം മതി, എക്സ്റ്റേണൽ ഹാർഡ്വെയർ ഒന്നും വേണ്ടെങ്കിൽ അത് അൺചെക്ക് ചെയ്യാം. നമുക്ക് എക്സ്റ്റേണൽ ബട്ടൺസ് വേണമെങ്കിൽ അത് ചെക്ക് ചെയ്യുക. സ്കിൻ ഡിസ്പ്ലേ സ്കിൻ വിത്ത് ഹാർഡ്വെയർ കൺട്രോൾ, അത് സെയിം സംഭവം തന്നെയാണ്. ഒരു സ്കിൻ ഹാർഡ്വെയർ കൺട്രോൾ വെച്ച് സ്കിൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ആ ഓപ്ഷൻ. ഫ്രണ്ട് ക്യാമറ ഇല്ല, ബാക്ക് ക്യാമറ, എമുലേറ്റർ നൺ. ക്യാമറയുടെ ഉപയോഗമില്ലെങ്കിൽ നൺ തന്നെ കൊടുക്കാം. മെമ്മറി ഓപ്ഷൻ റാം 512 ആണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ റാം നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മുടെ ഡിവൈസിന്റെ കോൺഫിഗറേഷൻ. സോ എനിക്ക് 1 GB റാം വേണമെങ്കിൽ അവിടെ 1000 എന്ന് കൊടുക്കാം. നെക്സ്റ്റ് ഇന്റേണൽ സ്റ്റോറേജ് എത്ര വേണം? ഞാൻ ഇത് MB GB ആക്കി ഞാൻ 1 കൊടുക്കുന്നു. മീൻസ് എനിക്ക് 1 GB ഇന്റേണൽ സ്റ്റോറേജ് വേണം. അടുത്ത SD കാർഡ്, മെമ്മറി കാർഡ് എത്ര വേണമെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഞാനൊരു 1 GB മെമ്മറി കാർഡ് കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്യുക. നമ്മളുടെ പുതിയ AVD ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് പ്രീഡിഫൈൻഡ് അല്ലാത്തത് കൊണ്ട് കുറച്ച് സമയം ഡിലേ കാണും. പ്രീഡിഫൈൻഡ് ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. പ്രീഡിഫൈൻഡ് അല്ല, നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്നത് കൊണ്ട് കുറച്ച് ഡിലേ കാണും. വെയിറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് കാണാം പുതിയൊരു ഓപ്ഷൻ വന്നു, മൈ എമുലേറ്റർ. ആൻഡ്രോയിഡ് 4.1.2 4.1.2 API ലെവൽ 16 നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ഈ എമുലേറ്റർ സ്റ്റാർട്ട് ചെയ്യാൻ എങ്ങനെയാണ് എമുലേറ്റർ ഇരിക്കുന്നത് നമുക്ക് കാണാം. ഏത് എമുലേറ്റർ ആണോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാം പുതിയൊരു വിൻഡോ വന്നു. അതിന്റെ സ്റ്റാർട്ട് ചെയ്യുന്ന ഓപ്ഷൻസ് ആണ് വന്നിരിക്കുന്നത്. ഇതിൽ സ്കെയിൽ ടു റിയൽ സൈസ് ഡിസ്പ്ലേ. റിയൽ സൈസ് എന്ന് വെച്ചാൽ നമുക്ക് നമ്മളുടെ എമുലേറ്ററിന്റെ സൈസ്, നമ്മുടെ സ്ക്രീനിന്റെ സൈസ് എത്ര വേണമെന്ന് നമുക്ക് നിശ്ചയിക്കാം. അത് അൺചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫോൾട്ട് ആയിട്ട് വരും. ചില സമയങ്ങളിൽ നമ്മൾ ടാബ്ലറ്റ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ ഈ ടാബ്ലറ്റ് നമ്മളുടെ കമ്പ്യൂട്ടർ സ്ക്രീനിനെയും കവിഞ്ഞ് വെളിയിൽ പോവാം. അപ്പോൾ അത് ഫിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇത് ചെക്ക് ചെയ്ത് സൈസ് എത്ര വേണോ അത്രയും കൊടുക്കാം. വൈപ്പ് യൂസർ ഡാറ്റ. ഈ ഓപ്ഷൻ എന്തിനാണെന്ന് വെച്ചാൽ ഇത് ചെക്ക് ചെയ്താൽ അതിലുള്ള എല്ലാ ഡീറ്റെയിൽസും ഡിലീറ്റ് ആയി പുതിയ എമുലേറ്റർ ആയിട്ട് വരും. ഇപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഇത് ആദ്യമായിട്ടാണ് ലോഞ്ച് ചെയ്യുന്നത്. സോ ക്ലിക്ക് ലോഞ്ച്. സ്റ്റാർട്ടിംഗ് എമുലേറ്റർ ഫോർ AVD മൈ എമുലേറ്റർ ആണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് എമുലേറ്റർ സ്റ്റാർട്ട് ആവാൻ കുറച്ചധികം സമയമെടുക്കും. നമ്മളുടെ ഒരു ഫിസിക്കൽ ഡിവൈസ് എങ്ങനെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഈ എമുലേറ്റർ സ്റ്റാർട്ട് ആവുന്നത്. അപ്പൊ നമുക്ക് ഈ വിൻഡോ ക്ലോസ് ചെയ്തേക്കാം. ഓക്കെ, നമുക്കിപ്പോൾ കാണാൻ സാധിക്കും നമ്മളുടെ പുതിയ എമുലേറ്ററിന്റെ സ്കിൻ വന്നിരിക്കുന്നു. ഇതാണ് ആ ഓപ്ഷൻസ്. നമുക്ക് ഓർക്കുന്നെങ്കിൽ ശ്രദ്ധിക്കുക. ഹാർഡ്വെയർ കൺട്രോൾ, ഹാർഡ്വെയർ കീബോർഡ്സ് വേണമോ, ഹാർഡ്വെയർ കൺട്രോൾ ബട്ടൺസ് വേണമോ വേണ്ടയോ എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ വേണമെന്നാണ് കൊടുത്തത്. അതുകൊണ്ടാണ് ഈ ഓപ്ഷൻസ് വന്നത്. അത് വേണ്ട എന്ന് കൊടുത്താൽ ജസ്റ്റ് എമുലേറ്ററിന്റെ സ്ക്രീൻ മാത്രമായിരിക്കും വരുന്നത്. നമ്മുടെ ഒരു മൊബൈൽ ഫോൺ എങ്ങനെ ഇരിക്കുന്നു അതുപോലെ സ്ക്രീൻ മാത്രമായിട്ട് വരും, ഫുൾ ടച്ച് ആയിട്ട്. നമുക്ക് കാണാം ഒരു മൊബൈൽ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് സ്റ്റാർട്ട് ആകുന്നത്. ബൂട്ട് ചെയ്ത് വരുന്നതേ ഉള്ളൂ. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് കുറച്ചധികം സമയം എടുക്കുന്ന പ്രോസസ്സാണ്. സോ വെയിറ്റ്.
ഓക്കെ, നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ എമുലേറ്റർ ഓപ്പൺ ആയിരിക്കുന്നു. ഇവിടെ നമ്മുടെ ആൻഡ്രോയിഡ് ഡിവൈസ് പോലെ തന്നെയാണ് നമുക്ക് വർക്ക് ആകുന്നത്. നമുക്ക് കാണാം ഒരു ഡിവൈസ് എങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ എമുലേറ്റർ ഇരിക്കുന്നത്. ഒരു വ്യത്യാസമില്ല. ഇങ്ങനെയാണ് ഒരു ആൻഡ്രോയിഡ് എമുലേറ്റർ റൺ ചെയ്യുന്നത്. ഇനി പുതിയൊരു പ്രോജക്റ്റ് എങ്ങനെ ഉണ്ടാക്കാം, എങ്ങനെ ഒരു പ്രോജക്റ്റ് റൺ ചെയ്യാം, എങ്ങനെ ടെസ്റ്റ് ചെയ്യാമെന്ന് നമുക്ക് അടുത്ത ട്യൂട്ടോറിയൽ കാണാം.